പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷ സമയം കർത്താവിൻ്റെ ആത്മാവ് അത്രമേൽ ശക്തമായി നമ്മളിൽ ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഉള്ളിൽ അത്ഭുതകരമായി പ്രവർത്തിക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂരങ്ങളിലൊക്കെ മാറി നിൽക്കുന്നവർ സാധ്യമെങ്കിൽ നിങ്ങൾ മുൻവശത്തോട്ട് കടന്നു വരിക. കാരണം ഈ ശുശ്രൂഷ ഇത് ഇവിടെ കൂടിയിരിക്കുന്നവർക്കും ഓൺലൈനിൽ പങ്കെടുക്കുന്നവർക്കും കർത്താവ് വ്യക്തിപരമായി ഇടപെടുന്ന ഒരു ശുശ്രൂഷയാണ്. അതാണ് ഈ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത. അപ്പം അതുകൊണ്ട് നിങ്ങൾ അത്രമേൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം. ഇത് വെറുതെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ശുശ്രൂഷയല്ല. കർത്താവ് അങ്ങനെയാണ് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമ്മളോട് പറയുന്നത്. ഇത് വെറുതെ കാണാനും ഇത് വെറുതെ കേട്ടോണ്ടിരിക്കാനല്ല. നമ്മൾ വചന ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവരാണ്, നമ്മളിങ്ങനെ വെറുതെ കേട്ടോണ്ട് പോകും. അങ്ങനെ കേട്ടോണ്ട് പോകാനല്ല, മറിച്ച് ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് ചില കാര്യങ്ങൾ നമ്മുടെ മേൽ പ്രവർത്തിക്കും. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അതുകൊണ്ട് ഈ ശുശ്രൂഷ സമയത്ത് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നന്നായിട്ട് ഈ ശുശ്രൂഷയോട് സഹകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഇപ്പം നമുക്ക് ഇച്ചിരി ചൂടും അസ്വസ്ഥതയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊരു പക്ഷേ ഭയങ്കര ഭാരമൊക്കെ തോന്നും. പക്ഷേ നിങ്ങളൊരു അല്പസമയം, നമുക്കിപ്പോൾ സമയം ഇത്രയായി, 12:10 ഇനിയുള്ള ഒരു അല്പസമയം നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചോ. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ഓരോരുത്തരുടെ മേലും അതിശക്തമായിട്ട് തരും. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയാ. നമ്മൾ ഈ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് ചില വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ ബലം പ്രാപിക്കാൻ പോവാണ്. നമുക്ക് ബലം വേണം. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം ഇങ്ങനെയാണ്: അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി സ്വർഗം സമ്മാനിക്കുന്ന ഒരു അത്ഭുത വചനമാണെന്ന് വിശ്വസിക്കുക. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചേ, കണ്ണടച്ചോ. എൻ്റെ കൂടെ ഈ വചനം നേറ്റു പറഞ്ഞേ. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 6-ാം തിരുവചനം. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? എന്തു ചെയ്യാൻ കഴിയും? കണ്ണുകളടച്ച് 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ പല പല കാര്യങ്ങളെയും ഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർ ദാ ഇവിടെ ഉണ്ടല്ലോ. നീ എന്തിനെ ഓർത്തുകൊണ്ടാണ് ഭയപ്പെട്ടിരിക്കുന്നത്? നിന്റെ ധൈര്യം നിനക്ക് ചോർന്നു പോയോ? നീ വിശ്വസിക്കുക, നിനക്കൊരു സഹായകനുണ്ട്. കർത്താവാണ് എൻ്റെ സഹായകൻ. നീ നിന്നോട് തന്നെ വിശ്വസിച്ച് ഏറ്റുപറയുക. ഒരു പക്ഷേ ചില സാമ്പത്തിക പ്രതിസന്ധിയാവും, നിന്നെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്നു, ഞെരുക്കുന്നു. ആരെന്നെ സഹായിക്കുമെന്ന് നീ നിൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമം ഉണ്ടാവും. ആരെൻ്റെ കൂടെ നിൽക്കും? ആർക്കും എന്നെ മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ ഈ കടന്നു പോകുന്ന അവസ്ഥ ഇതെൻ്റെ ജീവിതത്തിലെ വലിയൊരു ദുരിതമാണല്ലോ എന്ന് നീ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ ഈ ശുശ്രൂഷ സമയത്ത് നീ നിന്നോട് തന്നെ പറയുക, കർത്താവാണെൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവാണെൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. തുടർന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു, ഇടതുകരം നെഞ്ചോട് ചേർത്ത് സങ്കീർത്തനം 121 ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണേ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല.
ഉറങ്ങുകയുമില്ല. ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകൾ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ പല ജീവിത അനുഭവങ്ങൾക്ക് മുമ്പിൽ ആകാശത്തിലേക്ക് ഇങ്ങനെ കണ്ണുയർത്തി പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ, ഇനി ഞാൻ എന്തു ചെയ്യും? ആരെന്നെ സഹായിക്കും? ആർക്കെന്നെ മനസ്സിലാകും? ആരെൻ്റെ കൂടെ നിൽക്കും? നീ വിശ്വസിക്കണം, ആരും സഹായിക്കാനില്ല എന്ന് നീ ചിന്തിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ദൈവം ഒരു വഴി തുറക്കുകയാണ്. മനുഷ്യരുടെ പദ്ധതികൾ അവസാനിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പദ്ധതി ആരംഭിക്കും. മനുഷ്യരിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നിനക്കൊരു നേട്ടവുമില്ല. രണ്ട് കരങ്ങളും ഉയർത്തി കണ്ണടച്ച് നീ നിന്നോട് തന്നെ പറയണം, ഞാൻ മനുഷ്യരിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എനിക്ക് നേട്ടമില്ല. മനുഷ്യരിൽ ഞാൻ വിശ്വസിച്ച് ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് നേട്ടമില്ല. മറിച്ച് വിശ്വസിക്കേണ്ടത് സർവശക്തനായ ദൈവത്തിലാണ്. ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം ഒരിക്കലും എന്നെ ചതിക്കുകയില്ല. മനുഷ്യർ ഒരുപക്ഷെ നിന്നെ ചതിക്കുമായിരിക്കും. ചില വാക്കുകൾ പറഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിക്കുമായിരിക്കും, നിന്നെ കരയിപ്പിക്കുമായിരിക്കും, നിന്റെ ഉറക്കം കളയുമായിരിക്കും. എന്നാൽ ദൈവം ഒരിക്കലും നിന്റെ ഉറക്കം കളയുകയില്ല. ദൈവം ഒരിക്കലും നിന്നെ ചതിക്കുകയില്ല. നിനക്ക് വിശ്വസിക്കാവുന്ന, പരിധിയില്ലാതെ നിന്നെ സ്നേഹിക്കുന്ന സർവശക്തനായ ദൈവം, ആരും സഹായത്തിനില്ലെങ്കിലും ദൈവം നിനക്ക് കൂടെയുണ്ട്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഓരോ വ്യക്തിയും നിങ്ങളുടെ മനസ്സിലേക്ക് കൃത്യമായി തിരിച്ചറിയണം. ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആരും സഹായമില്ലെങ്കിലും കർത്താവേ, അങ്ങ് എൻ്റെ മേൽ സഹായമുണ്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഇതൊരു പ്രാർത്ഥനയാണ്. ദൈവമേ, എൻ്റെ മേൽ സംഭവിക്കപ്പെടട്ടെ. കർത്താവേ, അങ്ങയുടെ അത്ഭുത ശക്തി എൻ്റെ മേൽ സഹായകരമായിട്ട് വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ നീ വിശ്വസിക്കുന്നു. ചേർന്ന് നമുക്ക് ഈ വരികളൊന്ന് പാടി പ്രാർത്ഥിച്ചേ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എല്ലാവരും വിശ്വസിക്കണം ഈ വരികൾ. ആരും സഹായമില്ലെങ്കിലും പാരില് മനുഷ്യര് കണ്ടും കാണാതെയും പോകുന്നവര്. നീ കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച വരികളൊന്ന് പഠിച്ചേ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ചേർന്ന് പാടിക്കേ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായമുണ്ട്. എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകനുണ്ട്. എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്റെ ദൈവം, എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ കൂട്ടിയിടും. ചേർന്ന് അറിയാവുന്നവർ പാടിക്കേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ കൂട്ടിയിടും. അപ്പനും അമ്മയും വീടും ധനങ്ങളും എല്ലാം നിനക്ക് നഷ്ടപ്പെടാം. പക്ഷെ കർത്താവ് ഒരിക്കലും നിന്നെ വിട്ടുപിരിയത്തില്ല. മാതാപിതാക്കളും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പഠിക്കേ. മാതാപിതാക്കളും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതലിന്നേവരെ എന്നെ പോറ്റി വളർത്തിയ ദൈവം. വിശ്വസിച്ച് പാടണം. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി വളർത്തിയ ദൈവം. എന്റെ ദൈവം, എന്റെ ദൈവം സ്വർഗസിംഹാസനം
തന്നിലെന്നിൽ കനിഞ്ഞെന്നെ പോറ്റിയിടുന്നു. എന്റെ ദൈവം പാടിക്കേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ പോറ്റി. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്കെന്നും സഹായകനായ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഓ ദൈവമേ, ആരും സഹായിക്കാനില്ലാത്തപ്പോൾ എന്റെ കൂടെ അങ്ങോട്ടൊന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യരെന്നെ ചതിക്കും, മനുഷ്യരെന്നെ പറ്റിക്കും, മനുഷ്യരെന്നെ കരയിപ്പിക്കും. പക്ഷെ ദൈവമേ, അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഒരിക്കലും പറ്റിക്കാത്ത, എന്നെ ഒരിക്കലും നശിപ്പിക്കാത്ത, എന്നെ ഒരിക്കലും ഇരുട്ടിട്ട് പോകാത്ത എന്റെ ദൈവം, സർവശക്തനായ ദൈവം. ഓ ദൈവമേ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയുന്നു. കർത്താവേ, അങ്ങ് എന്റെ കൂടെയുണ്ട്. കർത്താവേ, എന്റെ സഹായകനായ ദൈവമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വിശ്വസിച്ചേ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരുമില്ല, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകനുണ്ട്. എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസം. എന്നാൽ എനിക്കൊരു സഹായകനുണ്ട്. എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. സങ്കീർത്തനം 121 തിരുവചനം. നീ വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഈ ശുശ്രൂഷ സമയത്ത് നീ ഇന്ന് കടന്നുപോയ ഏത് ഞെരുക്കത്തിൻ്റെ നടുവിലും, ഒറ്റപ്പെട്ടുവെന്ന് കരുതുന്ന അവസ്ഥയിലും, ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ആരെന്നെ സഹായിക്കും, എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, ഇതാ നിന്റെ മുമ്പിൽ ആരും തുണയില്ലാത്തവർക്ക് ദൈവം തുണ, ദൈവം തുണ. നീ വിശ്വസിക്കണം, അത് ഏറ്റെടുക്കണം. കർത്താവേ, ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. കർത്താവ്, ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവേ, ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ഓരോ വ്യക്തിയും അത് ഏറ്റെടുക്കട്ടെ. യെസ്, the mighty power, the mighty power, empower me, anoint me, infill me. Yes, power. ആത്മാവിത്തീയെ, സ്വർഗീയ തീയെ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ആമേൻ. യേശുവിൻ നാമമുയർത്താൻ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. ഒന്ന് പാടി ചേർന്ന് എല്ലാവരും. സ്വർഗീയ തീയെ എന്റെ ഉള്ളിൽ ആളിക്കത്തിവാ. നാമമുയർത്താൻ. ആമേൻ, ആമേൻ. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം, ഞാൻ നിന്റെ മേലെ തികച്ചിടാം. പഠിക്കേ. കത്തിയെരിഞ്ഞിടാം, നിനക്കായിട്ടല്ലോ ഈ ജീവിതം എന്റെ യേശുവേ. നിനക്കായിട്ടല്ലോ ഈ ജീവിതം. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് അഗ്നിയായി ഇറങ്ങണമേ. ആമേൻ. ശക്തിയായി ശക്തിയായി വെളിപ്പെടണമേ. ആമേൻ, ആമേൻ. ഇറങ്ങണമേ. അഗ്നിയായി ഇറങ്ങണമേ. ആമേൻ. ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി ശക്തിയായി ഒഴുകണേ, ഒഴുകണേ, ഒഴുകണേ. ആത്മശക്തിയായി ഒഴുകണമേ. പഠിക്കേ. ആമേൻ. ആത്മശക്തിയായി. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയേ
വിളിച്ച് 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 നാവ് തുറന്ന് വിളിച്ച് ഹൃദയം തുറന്ന് വിളിച്ച് ദൈവമേ, ഒരു സ്വർഗത്തിന്റെ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. സ്വർഗീയ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. തടസ്സങ്ങൾ കർത്താവെടുത്ത് മാറ്റട്ടെ. ആത്മീയ അഭിഷേകത്താൽ നിറയണമേ. ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി കൊണ്ട് ഞങ്ങൾ നിറയപ്പെടട്ടെ. ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നവരൊന്ന് ഈ 2 പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞ് നിന്നേ. സ്റ്റാൻഡ് ഫേസ് ടു ഫേസ്. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരും തപ്പിപ്പിടിച്ച് അവരുടെ മുമ്പിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ ശിരസിൽ നിങ്ങളുടെ വലതുകരം ഒന്ന് അങ്ങോട്ട് വെച്ചോ. നിങ്ങൾ പേടിക്കണ്ട. ഈശോയുടെ അനന്തമായ കാരുണ്യമാണ് സ്വീകരിച്ച് നിങ്ങൾ ഈ മുമ്പിലുള്ള വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞതും പ്രാർത്ഥിച്ചതുമായ എല്ലാ അഭിഷേകവും ഈ വ്യക്തിയിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥയിൽ കർത്താവ് അതിശക്തമായിട്ട് ഇടപെടട്ടെ. കർത്താവെ, ഈ വ്യക്തിയുടെ ജീവിത വഴികളെ അത്ഭുതകരമായി നയിക്കട്ടെ. ഈ വ്യക്തിയുടെ കണ്ണുനീരിൽ കർത്താവെ അങ്ങ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. വിശ്വസിക്കണം. കർത്താവ് ഇടപെടും. നിന്റെ ഈ കൈവെപ്പ് പ്രാർത്ഥന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരുക്കുന്ന ഒരു ശുശ്രൂഷയാണ്. കർത്താവെ, ഇന്ന് ഞങ്ങൾ പഠിച്ചതും പ്രാർത്ഥിച്ചതും പാടിയതുമായ എല്ലാം കർത്താവെ ഈ വ്യക്തിയിൽ നിറയട്ടെ. ഒരു പുതിയ അഭിഷേകം നിറയട്ടെ. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ചില വ്യക്തികളെയൊക്കെ നിങ്ങൾ മനസ്സിൽ കാണണം. ഒരുപക്ഷെ പ്രാർത്ഥനയില്ല, ദൈവവിചാരമില്ല, ദൈവമില്ല എന്നും പറഞ്ഞ് ചിലർ നടക്കുന്നുണ്ടാവും. ചില പ്രശ്നങ്ങളുടെ പേരിൽ പള്ളിയിൽ പോകാതെയും ദൈവിക കാര്യങ്ങളോട് അലസമായും കഴിയുന്നവരുണ്ടാവും. നിരീശ്വരവാദത്തിൻ്റെ പുറകെ പോകുന്നവരുണ്ടാവും. ഈ നിമിഷം അവരെയൊക്കെ മനസ്സിൽ ഓർക്കണം. എന്നിട്ട് അവരെ അനുഗ്രഹിക്കണം. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹാഗാറിനെ കണ്ട ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ. മോശയ്ക്ക് ശക്തി കൊടുത്ത ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ. ദാവീദ് ഗോലിയാത്തിനെ കീഴടക്കിയതുപോലെ പ്രശ്നങ്ങളെ കീഴടക്കാനുള്ള ശക്തി കൊടുക്കണമേ. പത്രോസ് മുങ്ങിത്താണപ്പോൾ യേശു പിടിച്ചതുപോലെ ഈ വ്യക്തിയിലും കർത്താവെ അങ്ങയുടെ അത്ഭുത ശക്തി നിറയണമേ. ദൈവിക കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. കർത്താവ്, ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കർത്താവെ അത്ഭുതകരമായി നിറയണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം.